ECC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 33/2019. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ജോസഫ് മുണ്ടശ്ശേരി. രണ്ടാമത്തെ ചോദ്യം, ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഇറ്റ് വാസ് 5 past midnight. മൂന്നാമത്തെ ചോദ്യം, എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പനവേൽ. നാലാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, ഡിസംബർ 10. അഞ്ചാമത്തെ ചോദ്യം, ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് ഇദ്ദേഹം? ഉത്തരം ഓപ്ഷൻ സി, അരുൺ ഷുറി. ആറാമത്തെ ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ഡി, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഏഴാമത്തെ ചോദ്യം, കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്താണ്? കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ദിവ്യചക്ഷു. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാം. ഒൻപതാമത്തെ ചോദ്യം, ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ചിപ്കോ പ്രസ്ഥാനം. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. 11ാമത് ചോദ്യം, ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി, 1965 ജനുവരി 26. 12ാമത് ചോദ്യം, കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, എടക്കൽ. 13ാമത് ചോദ്യം, GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നു മുതലാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 2017 ജൂലൈ 1. 14ാമത്തെ ചോദ്യം, ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, HJ കനിയ. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, അമർത്യ സെൻ. 16ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനം ആണ് നീതി ആയോഗ്. എന്നാണ് ഇത് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. ഇത് എന്നാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, 2015 ജനുവരി 1. 17ാമത്തെ ചോദ്യം, ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്?
ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 18ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നീലദർപ്പൺ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. 20ാമത്തെ ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. 21ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഉത്തരം ഓപ്ഷൻ ബി ശ്യാം ബനഗൽ. 22ാമത്തെ ചോദ്യം, നെയ് താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നെയ് താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ സി ഗാന്ധിജി. 23ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 24ാമത്തെ ചോദ്യം, പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരളസിംഹം. ആരാണ് ഇത് എഴുതിയത്? ഉത്തരം ഓപ്ഷൻ എ സർദാർ KM പണിക്കർ. 25ാമത്തെ ചോദ്യം, കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? കണ്ടൽച്ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. 26ാമത്തെ ചോദ്യം, വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ലാറി ബേക്കർ. 27ാമത്തെ ചോദ്യം, 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഏതാണ്? 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഭുവനേശ്വർ. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി PT ഉഷ. 29ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ്? ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി. 30ാമത്തെ ചോദ്യം, മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി ആരാണ്? മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി ആര്? ഉത്തരം ഓപ്ഷൻ ബി സുൽത്താന റസിയ. 31ാമത്തെ ചോദ്യം, കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്? കറൻസി നോട്ട് ആദ്യമായി പ്രിന്റ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ഡി ഷെർഷാ സൂരി. 32ാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മറാത്ത. 33ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം? ഉത്തരം ഓപ്ഷൻ എ സംക്ഷേപ വേദാർത്ഥം. 34ാമത്തെ ചോദ്യം, ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. 35ാമത്തെ ചോദ്യം, ട്രൈ ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ട്രൈ ശുപാർശയനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 112. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. 37ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി മാഡം ബിക്കാജി കാമ. 38ാമത്തെ ചോദ്യം, പ്രച്ഛന്ന ബുദ്ധൻ എന്ന് അറിയപ്പെടുന്ന മഹാൻ ആരാണ്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ശങ്കരാചാര്യർ.
39-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്നാണ്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1857. 40-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. 41-ാമത്തെ ചോദ്യം ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര് എന്താണ്? ചൂർണി എന്നറിയപ്പെട്ടിരുന്ന ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. 42-ാമത്തെ ചോദ്യം കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നബാർഡ്. 43-ാമത്തെ ചോദ്യം രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. 44-ാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ സുജേത കൃപലാനി. 45-ാമത്തെ ചോദ്യം ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. 46-ാമത്തെ ചോദ്യം വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏതാണ്? വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 2000. 47-ാമത്തെ ചോദ്യം ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഭാരതരത്നം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. 48-ാമത്തെ ചോദ്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ചരൺ സിംഗ്. 49-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. 50-ാമത്തെ ചോദ്യം കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ എ മുംബൈ. 51-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി കൽക്കട്ട. 52-ാമത്തെ ചോദ്യം കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് എന്താണ്? കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി കൊളംബിയ. 53-ാമത്തെ ചോദ്യം ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏതാണ്? ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ക്രോണോമീറ്റർ. 54-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഉത്തരം ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ്. ആൻഡമാൻ നിക്കോബാറിലെ ഇന്ദിര പോയിന്റാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം. 55-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി തെലങ്കാന. 56-ാമത്തെ ചോദ്യം സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം ഏതാണ്? സൂര്യോദയവും അസ്തമയവും കാണാൻ കഴിയുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കന്യാകുമാരി. 57-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഇന്ത്യയിൽ എത്ര സമയമേഖലകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ എ 1. 58-ാമത്തെ ചോദ്യം ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 59-ാമത്തെ ചോദ്യം 1936-ൽ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? 1936-ൽ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി എ കെ ഗോപാലൻ. 60-ാമത്തെ ചോദ്യം ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഓഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ. 61-ാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ്? അന്താരാഷ്ട്ര മണ്ണ് വർഷം ഉത്തരം ഓപ്ഷൻ ബി 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്.
2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ആചരിച്ചു. 62ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ പട്ടാമ്പി. 63ാമത്തെ ചോദ്യം, പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി മുള. 64ാമത്തെ ചോദ്യം, ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000 ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000 ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ഉത്തരം ഓപ്ഷൻ ബി എബോള. 65ാമത്തെ ചോദ്യം, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കുരുമുളക്. 66ാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ സി ജൂൺ 5. 67ാമത്തെ ചോദ്യം, സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി. 68ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ത്വക്ക്. 69ാമത്തെ ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. 70ാമത്തെ ചോദ്യം, ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടീൻ. 71ാമത്തെ ചോദ്യം, ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്ത ഏത് എന്ന് കണ്ടുപിടിക്കുക. ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 72ാമത്തെ ചോദ്യം, ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. 73ാമത്തെ ചോദ്യം, ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോക്സൈറ്റ്. ക്രയോലൈറ്റും ബോക്സൈറ്റുമാണ് അലുമിനിയത്തിൻ്റെ അയിരുകൾ. 74ാമത്തെ ചോദ്യം, ISI മാനദണ്ഡമനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ISI മാനദണ്ഡമനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ഉത്തരം ഓപ്ഷൻ സി 76%. 75ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഓക്സിജൻ. 76ാമത്തെ ചോദ്യം, ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപം ഏതാണ്? ഒരു ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോഴുള്ള ഊർജ്ജരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗതികോർജം. 77ാമത്തെ ചോദ്യം, ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മഞ്ഞ. 78ാമത്തെ ചോദ്യം, സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. 79ാമത്തെ ചോദ്യം, ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ഉത്പതനം. 80ാമത്തെ ചോദ്യം, ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന
പ്രതിഭാസം ഏതാണ്? ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രകീർണനം. ആദ്യത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. മൂന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? താഴെ പറയുന്നതിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഞ്ചാമത്തെ ചോദ്യം, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ബോണസ്. ആറാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? ഉത്തരം ഓപ്ഷൻ ഡി 48 മണിക്കൂർ. ഏഴാമത്തെ ചോദ്യം, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി വിദ്യാപോഷിണി. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ എ 140. ഒൻപതാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? സ്വാതന്ത്ര്യ സമര കാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. പത്താമത്തെ ചോദ്യം, മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? മാറുമറക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ചാന്നാർ ലഹള. ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം, മാറുമറക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 1859 ജനുവരി 4 ചാന്നാർ ലഹള ആരംഭിച്ചത്. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ഉത്തരം ഓപ്ഷൻ സി തലക്കൽ ചന്തു. 12ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്രയാണ്? വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും കൊടുക്കേണ്ട പിഴ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 250 രൂപ. 13ാമത്തെ ചോദ്യം, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 14ാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഉത്തരം ഓപ്ഷൻ ഡി രാഷ്ട്രപതി. 16ാമത്തെ ചോദ്യം, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. 17ാമത്തെ ചോദ്യം, പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 18ാമത്തെ ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടി.
19ാമത്തെ ചോദ്യം 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. 2 സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുന്നതാണ്. 20ാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. 21ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ്. 22ാമത്തെ ചോദ്യം ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ എ GATT ജനറൽ അഗ്രിമെൻ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്സ്. 23ാമത്തെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഉത്തരം ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24ാമത്തെ ചോദ്യം ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക. 25ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡെറാഡൂൺ. 26ാമത്തെ ചോദ്യം പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏതാണ്? പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. 27ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. 28ാമത്തെ ചോദ്യം ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മേടം 1. 29ാമത്തെ ചോദ്യം നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. 30ാമത്തെ ചോദ്യം കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി മുംബൈ. 31ാമത്തെ ചോദ്യം കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കല്ലടയാർ. 32ാമത്തെ ചോദ്യം മലനാടില്ലാത്ത ജില്ല ഏതാണ്? മലനാടില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ. 33ാമത്തെ ചോദ്യം പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. ഉത്തരം ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ. 34ാമത്തെ ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏത്? ഉത്തരം ഓപ്ഷൻ ഡി NH 544. 35ാമത്തെ ചോദ്യം ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. 36ാമത്തെ ചോദ്യം ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാൽബൈശാഖി. 37ാമത്തെ ചോദ്യം ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ സി പൂക്കോട്ട് തടാകം. 38ാമത്തെ ചോദ്യം മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ ജസ്പ.
39ാമത്തെ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സജി ചെറിയാൻ. 41ാമത്തെ ചോദ്യം തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? തീരപ്രദേശം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി 10%. 43ാമത്തെ ചോദ്യം മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. ഉത്തരം ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. 44ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. അത് ശരിയാണ്. 2. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. അത് തെറ്റാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. ആസൂത്രണ കമ്മീഷൻ 1950 ഓഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. അതും തെറ്റാണ്. 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. 4. എം.എൻ. റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 45ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. അത് ശരിയാണ്. 2. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 കാലയളവിൽ ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 3. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതും ശരിയാണ്. 4. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. 2ാം പഞ്ചവത്സര വർഷം ശരിയാണ്. സ്ഥിര വികസനത്തിനായിരുന്നു ഊന്നൽ നൽകിയത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ. 47ാമത്തെ ചോദ്യം പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഉത്തരം ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. 48ാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ. 49ാമത്തെ ചോദ്യം ആരുടെ നോവലാണ് വല്ലി? ആരുടെ നോവലാണ് വല്ലി? ഉത്തരം ഓപ്ഷൻ ഡി ഷീല ടോമി. 50ാമത്തെ ചോദ്യം 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിരിക്കുന്നവയൊന്നും അല്ല. ഉത്തരം വരുന്നത് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി. 2024 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നടന്നിട്ടുള്ളത്. അതിലെ വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 41ാമത്തെ ചോദ്യം പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കർണാടക. 52ാമത്തെ ചോദ്യം ശരിയായത് കണ്ടെത്തുക. 1. ജിമ്മി ജോർജ് വോളിബോൾ. അത് ശരിയാണ്. പ്രിയജ ശ്രീധരൻ നീന്തൽ എന്നാണ് തന്നിട്ടുള്ളത്. അത്ലറ്റ് അതായത് റണ്ണിംഗ് ആണ് അവരുടെ കായിക ഇനം. 3. ബോബി അലോഷ്യസ് ഹൈ ജമ്പ്. ചിത്ര കെ സോമൻ അത്ലറ്റ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 53ാമത്തെ ചോദ്യം കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏതാണ്? കപടഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? കപടഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞിട്ട് പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ ഫലമായിട്ട് മാറുന്നു. തന്നിരിക്കുന്നത് ആപ്പിള്, മാങ്ങ, കശുമാങ്ങ, സഫർജൽ. ഇതിൽ കപടഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ് മാങ്ങ. ബാക്കിയൊക്കെ
കപടഫലങ്ങളാണ്. 54-ാമത് ചോദ്യം, ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മാംസബുക്ക്. 55-ാമത്തെ ചോദ്യം, ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ഭക്ഷണത്തിലൂടെയല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ജീവകം ഡി. സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ജീവകം ഡി ലഭിക്കും. 56-ാമത് ചോദ്യം, മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചർവണകം. 57-ാമത് ചോദ്യം, വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇരവികുളം. 58-ാമത് ചോദ്യം, താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏതാണ്? താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽപ്പെടാത്ത ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ടോക്കോഫെറോൾ. 59-ാമത് ചോദ്യം, മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏതു ഗുണം പരിശോധിക്കാനാണ്? മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഏതു ഗുണം പരിശോധിക്കാനാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. 60-ാമത് ചോദ്യം, ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിൻ്റെ നിറം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി, വെളുപ്പ്. 61-ാമത് ചോദ്യം, നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏത്? നിർമ്മാണവേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. 62-ാമത് ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 5. 63-ാമത് ചോദ്യം, സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ: 1. വസ്തുവിൻ്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്, അത് ശരിയാണ്. 2. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും, അതും ശരിയാണ്. 3. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും, അത് തെറ്റാണ്. പ്രതിബിംബം നിവർന്നതും മിഥ്യയുമായിരിക്കും. ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 64-ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1. ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം, അത് ശരിയാണ്. 2. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം, അതും ശരിയാണ്. 3. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം, അത് തെറ്റാണ്. വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള ചലനമാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 65-ാമത്തെ ചോദ്യം, 2021 ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? 2021 ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ സി, വാലി ഫങ്ക്. 66-ാമത്തെ ചോദ്യം, ഗ്യാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗ്യാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഗ്യാനിമിഡിൻ്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗ്യാനിമിഡ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? ഉത്തരം ഓപ്ഷൻ എ, വ്യാഴം. 67-ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുക്? ഉത്തരം ഓപ്ഷൻ എ, പെൺ ഏഡീസ്, അത് വൈറസ് രോഗമാണ്. 68-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്.
O നെഗറ്റീവ് ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത്. 69ാമത്തെ ചോദ്യം, മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏതു പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏതു പോഷകത്തിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി, വിറ്റാമിൻ കെ. 70ാമത്തെ ചോദ്യം, നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഉത്തരം ഓപ്ഷൻ ബി, എയ്ഡ്സ്. 71ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോളറ. 72ാമത്തെ ചോദ്യം, കണ്ണിൻ്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? കണ്ണിൻ്റെ ഏതു ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, കോർണിയ. 73ാമത്തെ ചോദ്യം, ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? തന്നിരിക്കുന്നത് മുഖക്കുരു, വർദ്ധിച്ച ആക്രമണാത്മകത, മാനസിക ചാഞ്ചാട്ടം. ഇതെല്ലാം ഉത്തേജക മരുന്നിൻ്റെ സ്ഥിരോപയോഗം കായിക താരങ്ങൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തതെല്ലാം. 74ാമത്തെ ചോദ്യം, അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? അനിയന്ത്രിത കോശ വളർച്ച. ഉത്തരം ഓപ്ഷൻ ബി, അർബുദം. 75ാമത്തെ ചോദ്യം, വിളർച്ച അതായത് അനീമിയ ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിളർച്ച ഏത് ധാതുവിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ഇരുമ്പ്. 76ാമത്തെ ചോദ്യം, കേരളത്തിൽ സാന്ത്വന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷം നിലവിൽ വന്നു? പാലിയേറ്റീവ് കെയർ പോളിസി ഏത് വർഷമാണ് നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 2008. 77ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എയുടെ കുറവ്. 78ാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മെഡിക്കൽ കോളേജ് ആശുപത്രി. 79ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, കേരളം. 80ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം BMI എത്രയാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ BMI എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 18.5 മുതൽ 24.9 kg/m². വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.